353 എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്പറിൽ അവിടെ ഒരു പ്രവൃത്തി റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആ പണി കഴിഞ്ഞ് അതിന്റെ പൈസ ആര് വാങ്ങിച്ചിട്ടുണ്ട്? കരാറുകാരൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ കരാറുകാരൻ വാങ്ങിച്ചിട്ട് അതേ പ്രൊജക്ട് നമ്പറിൽ 353 എന്ന് പറയുന്ന അതേ പ്രൊജക്ട് നമ്പറിൽ വീണ്ടും പാലാത്ത് റോഡ് എന്ന് പറയുന്ന റോഡിന് വേണ്ടി ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന് സാങ്ഷൻ മേടിച്ചു എന്നുകൂടെ ചെയ്ത് കരാറുകാരനെ ഏൽപ്പിച്ചു. കരാറുകാരൻ മെച്ചലടിച്ചു. നല്ല കാലത്തിന് മഴ പെയ്തത് കൊണ്ട്, മഴ പെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ കരാറുകാരൻ രക്ഷപ്പെട്ടു. ഈ സാമ്പത്തിക വർഷം പിന്നെ കഴിഞ്ഞതില് 5 ലക്ഷം രൂപയാണ് ശരാശരി എല്ലാ ഡിവിഷനുകൾക്കും കൗൺസിലർമാർക്ക് വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ നീക്കി വെച്ചുള്ളത്. പക്ഷെ 1-ാം ഡിവിഷനില് 15 ലക്ഷം രൂപ കൊടുത്തു. 15 ലക്ഷം. എന്തോ ഞങ്ങൾ പോകുന്ന റോഡുണ്ട്, കുണ്ടും കുഴിയാണ്. അത് അവിടെ മാത്രമല്ല, എല്ലാ പ്രദേശത്തും. മാത്രമല്ല അവിടെ ചെയ്ത ഏറ്റവും വലിയ, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുണ്ട്. എന്താണെന്ന് അറിയുക? 353 എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്പറിൽ അവിടെ ഒരു പ്രവൃത്തി റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആ പണി കഴിഞ്ഞ് അതിന്റെ പൈസ ആര് വാങ്ങിച്ചിട്ടുണ്ട്? കരാറുകാരൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ കരാറുകാരൻ വാങ്ങിച്ചിട്ട് അതേ പ്രൊജക്ട് നമ്പറിൽ 353 എന്ന് പറയുന്ന അതേ പ്രൊജക്ട് നമ്പറിൽ വീണ്ടും പാലാത്ത് റോഡ് എന്ന് പറയുന്ന റോഡിന് വേണ്ടി ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന് സാങ്ഷൻ മേടിച്ചു എന്നുകൂടെ ചെയ്ത് കരാറുകാരനെ ഏൽപ്പിച്ചു. കരാറുകാരൻ മെച്ചലടിച്ചു. നല്ല കാലത്തിന് മഴ പെയ്തത് കൊണ്ട്, മഴ പെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ കരാറുകാരൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ കരാറുകാരന് ട്രഷറിന്ന് പൈസ കിട്ടൂല. കാരണം എന്താ? പ്രൊജക്ട് നമ്പർ 353 അവിടെ ട്രഷറിയിൽ നിന്ന് ഓൾറെഡി പൈസ പാസ്സായിട്ടുണ്ട്. അപ്പൊ ഒരേ പ്രൊജക്ട് നമ്പറിന് വീണ്ടും പൈസ കിട്ടൂല. ഒന്നുകിൽ ആ കരാറുകാരന് ആര് കൊടുക്കേണ്ടി വരും? ഇവിടുത്തെ എഞ്ചിനീയർ കൊടുക്കേണ്ടി വരും. നല്ല കാലത്തിന് അത് അപ്പൊ ആരുടെ പണിയാണ്? ആ കൗൺസിലറുടെയും. ഞാൻ നേരത്തെ പറഞ്ഞ് ഇവിടെ ഒരു സമാന്തര ഭരണം നടത്തുന്ന, സമാന്തര ഭരണം എന്ന് പറഞ്ഞുകൂടാ, ഏകപക്ഷീയമായിക്കൊണ്ട് കൗൺസിലിന് പുറത്തേക്ക് നടത്തുന്ന ഒരു ഭരണമുണ്ട്. ആ ഭരണം നടത്തുന്ന ആളുടെയും ആ കൗൺസിലറുടെയും ഒത്താശയുടെ ഭാഗമായിക്കൊണ്ടാണ് ചെയ്ത വർക്കിന് ഫണ്ട് വാങ്ങിച്ച കോൺട്രാക്ടർക്ക് ഫണ്ട് കിട്ടിയ വർക്കിന് അതേ പേരിൽ വീണ്ടും വർക്കിന് വേണ്ടിയിട്ട് പണം പിന്നെ ഇവിടെ ഇത് നീക്കി വെച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു വിഷയം, മറ്റൊരു വാർഡ് ഏതാ? വാർഡ് 37 വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് CP ഇസ്മായിൽ പ്രതിനിധാനം ചെയ്യുന്ന വാർഡ്. ആ ഡിവിഷനിൽ എത്ര ലക്ഷം? ആ ഡിവിഷനിലും നല്ല കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട്. അതില് 14 ലക്ഷം കൊടുത്തിട്ടുണ്ട്. എന്നെ പോലെ തന്നെ ഡിവിഷൻ നമ്പർ 9 20 ലക്ഷം. 22 ഞാൻ നേരത്തെ പറഞ്ഞു. 22 ആരതാണ്? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൗൺസിലറാണ്. ആ കൗൺസിലറുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2-3 വീടുകൾ മാത്രമുള്ള ഇടവഴി അടക്കം, നടപ്പാത അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇന്റർലോക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പൈസ ഇവിടെ പൈസ കൂടുതലായിട്ടാണോ? അല്ലെങ്കിൽ മറ്റു ഡിവിഷനുകളിൽ പണികളിലായിട്ടാണോ? നമ്മൾ എന്ത് ചെയ്യണം? ഒരു പണിക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോ അതിനേക്കാൾ പ്രധാനപ്പെട്ട വല്ലതുണ്ടാന്ന് നോക്കണം. നമ്മളൊരു കാറ് വാങ്ങിക്കാം, ഒരു ബൈക്ക് വാങ്ങിക്കാം. പക്ഷെ എന്ത് വേണം? നമുക്ക് ഭക്ഷണം പിന്നെ വീട്ടില് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. പട്ടിണി കിടക്കുന്ന ഒരു വീട്ടിലൊരാള് എന്ത് വേണ്ട? കാറ് വാങ്ങിക്കൂല എന്നതുപോലെയാണ് നമ്മുടെ സാധാരണ പോകുന്ന റോഡ് കുണ്ടും കുഴിയാണ്. മര്യാദക്ക് നടന്നു പോവാൻ പോലും പറ്റാത്ത റോഡുകള് മറ്റ് പ്രദേശത്തുണ്ടാകുമ്പോ സെൽഫി പോയിന്റ് മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഫോട്ടോ എടുക്കാനുള്ള സെൽഫി പോയിന്റ് അടക്കം എവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ ഡിവിഷൻ നമ്പർ 22 ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ബാക്കിയുള്ളവരൊക്കെ കടലാസ്. ബാക്കിയുള്ള ഡിവിഷനിലെ ജനങ്ങൾക്കൊന്നും എന്തില്ല, ഞങ്ങൾക്ക് ആർക്കും ഈ വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ഗുണവും കിട്ടണ്ടേ.
കിട്ടണം. അപ്പൊ ആ ഗുണം കിട്ടുന്നുണ്ടെങ്കിലോ, ആ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൗൺസിൽ ഉണ്ടാവണം. ആ കൗൺസിൽ എന്ത് ചെയ്യണം? നിർദ്ദിഷ്ട രൂപത്തിലേക്ക് നിഷ്കർഷിച്ചിട്ടുള്ള, എവിടെ നമ്മുടെ നിയമം നിഷ്കർഷിച്ചിട്ടുള്ള രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു കൗൺസിൽ ഉണ്ടാവണം. ആ കൗൺസിലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാ ജനങ്ങളെയും തുല്യരായി കാണാൻ കഴിയുള്ളൂ. അങ്ങനെ എല്ലാ ജനങ്ങളെയും തുല്യരായി കാണാൻ കഴിയാത്തത് എന്തിന്റെ ഭാഗ, എന്ത് മാനദണ്ഡത്തിലാണ് ഈ പറഞ്ഞ ഈ ഡിവിഷനുകളിലേക്ക് ഫണ്ട് ഇങ്ങനെ കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മാനദണ്ഡത്തിലാണ്? എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? ആ മാനദണ്ഡം എന്ത് വേണം? ഒരു ബജറ്റ് തയ്യാറാക്കുമ്പോ ആ ബജറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സർക്കുലർ ഉണ്ടാവും. അതിനുവേണ്ടി നീക്കി വെക്കണ്ടേ? അതിനുവേണ്ടി നീക്കി വെക്കുന്നതിന് പകരം നമുക്ക് എന്തൊക്കെ നോക്കണം? റോഡുകൾ, കുടിവെള്ളം, ശുചിത്വം, വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഈ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തി അതിനുവേണ്ടി ചെലവഴിക്കണ്ടേ? അതിന് പകരം ആണ് ഇത്തരം ചില ഈ രൂപത്തിലേക്ക് ഇങ്ങനെ ഈ പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി പോകുന്നത്. ഈ മുനിസിപ്പാലിറ്റി പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യാൻ ഉണ്ടായിരിക്കണം? ഇപ്പൊ ചമ്മാട്ടങ്കാടിൽ എലുമ്പാട്ടി റോഡ് എന്താ സ്ഥിതി? എലുമ്പാട്ടി റോഡ് പൊട്ടിപ്പൊളഞ്ഞു കിടക്കുക. അവിടുന്ന് ജയിച്ചു എന്നുള്ളത് ആരാ? UDF-ന്റെ കൂടെ വെക്കുന്ന കൗൺസിലറാണ്, ജമാഅത്ത് ഇസ്ലാമിന്റെ കൗൺസിലറാണ്. ആ ജമാഅത്ത് ഇസ്ലാമിന്റെ കൗൺസിലറുടെ ഒന്ന് ശബ്ദമയത്തിൽ പറയണ്ടേ? ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? സമരം നടത്തണ്ടേ? എന്താ പറയേണ്ടത്? നിങ്ങളെ 22-ാം വാർഡില് സെൽഫി പോയിന്റ് എടുക്കുന്നതിന് പകരം അവിടെ ജനങ്ങളുടെ റോഡ് നന്നാക്കണം. എലുമ്പാട്ടി റോഡ് കേട് വന്നിട്ടുണ്ട്, അത് നന്നാക്കാൻ ഫണ്ട് അനുവദിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രദേശത്തുള്ള ആളുകളെ കൂട്ടി ഇതിനു മുമ്പിൽ ഇരിക്കും, തീരുമാനമാക്കിയേ പോവുള്ളൂ എന്നുള്ളത് പറയാനുള്ള ചങ്കൂറ്റം ആ കൗൺസിലർക്ക് ഉണ്ടാവണ്ടേ? അതില്ല. എവിടൊക്കെ ഇനി വേറെന്താ? ഇനി ഏതെങ്കിലും റോഡ് ആരെങ്കിലും കയ്യേറി, ഇവിടെ കാച്ചടിക്കം എന്തൊരു പൂച്ചാൽ റോഡ്, കാച്ചടി പൂച്ചാൽ റോഡ്, ആ റോഡ് വലിയ പണം ചെലവഴിച്ചിട്ടതാ. അത് എന്ത് ചെയ്തു? അവിടെ ചില സ്വകാര്യ വ്യക്തികള് ആ റോഡിലേക്ക് എന്ത് മതില് കെട്ടി ഇതുവരെ ഒഴിപ്പിക്കുന്നതിനോ അതല്ലെന്നുണ്ടെങ്കിൽ ട്രസ്പാസ് അതിക്രമിച്ച് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്തേക്ക് അവര് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുന്നതിന് എന്തെങ്കിലും നിലപാട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഒരു നിലപാട് എടുത്തിട്ടില്ല. ഇപ്പോഴും അവിടെ എന്താണ്? ആ മതിലടക്കടക്ക. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കരിമ്പല സുഹൃത്തുണ്ട് ഇമ്രാൻ വിവരാവകാശം കൊടുത്തു. നമ്മുടെ CPM-ന്റെ അവിടുത്തെ നേതാവ് കമറു പരാതി കൊടുത്തു. വിവരാവകാശം കൊടുത്തപ്പോ പറഞ്ഞെന്താ? ചോദ്യം വ്യക്തമല്ല. നീ എങ്ങട്ടാ ചോദ്യം വ്യക്തമാക്കേണ്ടത്? എങ്ങനെ വ്യക്തമാക്കേണ്ടത്? ചോദ്യം വ്യക്തമല്ല എന്ന് നിങ്ങൾ മറുപടി തരണമെങ്കിൽ നിങ്ങളുടെ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങളാണ് ആ വിവരാവകാശത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മറുപടി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത്. അതല്ല അതിന്റെ സ്ഥിതി. അവിടെ ഇപ്പോഴും കിടക്കുക.